എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു ഈ ഒരു? എനിക്ക് 19 വയസ്സ്. അന്ന് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ്. അപ്പോൾ പഠനത്തിൻ്റെ സമയത്തും അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ അപ്പോൾ ഞാൻ ABVP-യിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രവർത്തിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത്ര ആക്റ്റീവല്ല എങ്കിലും ചെറിയ രീതിയിലൊക്കെ. പക്ഷേ കോളേജിലൊന്നും അന്നും ആ രീതിയിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. SFIയുടെ നേതാക്കന്മാരും KSUവിൻ്റെ നേതാക്കന്മാരും ഒക്കെ തന്നെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്തൊന്നും തന്നെ അത്തരത്തിലുള്ള സംഘർഷത്തിൻ്റെതായിട്ടുള്ളൊരു ഇത് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ നാട് സംഘർഷഭരിതമാണെങ്കിലും നമ്മുടെ പഠന കാര്യങ്ങളിലോ ഒന്നും തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ ഒന്നും തന്നെ ഒരു സംഘർഷം ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരുമായിട്ട് സൗഹൃദം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നതും. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്ന സമയത്താണ് പെട്ടെന്ന് അതേവരെ ഒന്നിച്ച് നടന്ന ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് അകന്നു മാറിപ്പോവുകയും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു അവസ്ഥ അവിടെ നിന്നുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് തന്നെ ആരും നമ്മളോട് സഹകരിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയൊക്കെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പറഞ്ഞ തൊട്ടടുത്ത് ഉള്ള ആളാണ്, ഒരേ പറമ്പിൽ തന്നെ താമസിക്കുന്ന ആളാണ് അയാൾ CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊക്കെ കേസിൽ പ്രതിയായിരുന്നു. അതേവരെ അദ്ദേഹത്തിൻ്റെ ഒന്നും മനസ്സ് നമുക്കറിയണ്ടായിരുന്നില്ല. പുറമേ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന സമയത്തും ഉള്ളിൽ വെറും രാഷ്ട്രീയ അന്ധത മാത്രം വെച്ചുകൊണ്ട് അതിനനുസരിച്ച് മാത്രം പെരുമാറുന്ന, പുറമെ മറ്റൊരു മുഖവും അകത്ത് മറ്റൊരു സാധനം ഒളിപ്പിച്ചു വെക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയുള്ള കാര്യം നമുക്കറിയണ്ടായിരുന്നില്ല. കാരണം ആളുടെ മക്കളൊക്കെ തന്നെ എൻ്റെ കളിക്കൂട്ടുകാരാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ച് നടക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ഒരു സംഭവത്തോടുകൂടി, അച്ഛൻ്റെ മരണത്തോടുകൂടി സംഭവങ്ങളൊക്കെ തന്നെ മാറുകയാണ്. വലിയൊരു ധ്രുവീകരണം അവരുടെ ആളുകളുടെയൊക്കെ തന്നെ മനസ്സിൽ സംഭവിക്കുന്ന പോലെ തോന്നും. ഞങ്ങളുടെ വീട്ടിനോട് പ്രധാനമായിട്ടും ഉപരോധം ഏർപ്പെടുത്തുന്നു. നമ്മൾ റിസീവിംഗ് എൻഡിലായിരുന്നിട്ട് ഉപരോധം ഏർപ്പെടുത്തുക. ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരാൻ പാടില്ല, അയൽക്കാരോ ഒന്നും തന്നെ. മരിച്ച സമയത്ത് തന്നെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആരും വരാൻ പാടില്ല എന്നൊക്കെയുള്ള ആഹ്വാനങ്ങൾ അത് MLA-യുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഏക്കണാരൻ MLA-യുടെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നു. ആരും വീട്ടിൽ പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള വലിയൊരു സാമൂഹ്യ വിരോധം ഉണ്ടാകുന്നു. എന്താണ് ഇക്കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചില്ല, അറിയുന്നുമില്ല. കാരണം വീട്ടിലെ അച്ഛൻ മരിച്ചു ആ സമയത്തുള്ള വീട്ടിലെ അന്തരീക്ഷം ആ രീതിയിലാണ്. ആളുകളൊക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷേ 2 ദിവസം കഴിയുമ്പോഴേക്കും തൊട്ടടുത്ത വീട്ടുകാരും തന്നെ വരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞൊരു 5-10-15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഉപരോധം നിലനിൽക്കുന്ന കാര്യമൊക്കെ നമുക്ക് നേരിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം അച്ഛൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ അപ്പോൾ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമുക്ക് മറ്റാരും വരാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നില്ല. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, കോളേജിലൊക്കെ വീണ്ടും പോയി തുടങ്ങുന്ന സമയത്താണ് സുഹൃത്തുക്കളൊക്കെ പറയുന്നത്, എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, പാർട്ടിയുടെ നിർദ്ദേശമാണ്, ഒന്ന് വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ആരും കണ്ടാൻ വേണ്ടില്ല, വീട്ടിലേക്ക് ആരും വരില്ല, ഞങ്ങളാണെന്തോ കുറ്റം ചെയ്തതെന്നുള്ള മാതിരിയായിട്ട് പിന്നെ അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എല്ലാ തരത്തിലും. പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ താമസം മാറുകയല്ലാതെ വേറൊരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ നാദാപുരത്ത് നിന്ന് ബാലുശ്ശേരിയിലേക്ക് താമസം മാറി. എൻ്റെ ശേഷം മരിച്ച ഒരു 1-2 മാസത്തിന് ശേഷം 1-2 മാസങ്ങൾക്കുള്ളിൽ മാറേണ്ടി വന്നു. കാരണം അത്രയും വലിയ സാമൂഹ്യ സമ്മർദ്ദമായിരുന്നു. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും അവിടുന്ന്. അപ്പോൾ സ്ഥലം വിറ്റോ അതോ? ഇല്ല, വിറ്റില്ല. വിൽക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങൾ അവിടുന്ന് അവിടെ ബാലുശ്ശേരിയുള്ള ഒരു വീട് വാടകയ്ക്ക് എടുത്ത് VP കൃഷ്ണൻ പോകുന്ന സമയത്ത് സംഘത്തിൻ്റെ വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന വിഭാഗ കാര്യവാഹ് ആയിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള അദ്ദേഹത്തിൻ്റെ തറവാട് വീട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്നു. അവിടേക്ക് താമസം മാറുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ പഠനമൊക്കെ തുടർന്നതും ഡിഗ്രി കഴിഞ്ഞതോടുകൂടി പിന്നെ
അച്ഛൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള കല്ലാച്ചിക്കടുത്ത് നാദാപുരത്തിനോടടുത്തുള്ള നാദാപുരം പഞ്ചായത്തിന് തന്നെയുള്ള ഇയങ്കോട് സ്ഥലമുണ്ടായിരുന്നു. അച്ഛന് പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്ഥലം. ആ സ്ഥലത്തേക്ക് അവിടെ പുതിയ വീട് വെച്ച് വാണിമേൽ നിന്നും പഴയ അച്ഛൻ മരിച്ച ആ വീട്ടിൽ നിന്നും ഭൂമി വർക്കറിയ വീട്ടിൽ നിന്നും ഇയങ്കോടുള്ള വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. അവിടെ വീട് വെച്ച് അവിടെ താമസമാക്കിയ ഉടനെ തന്നെ എനിക്ക് ഇവിടേക്ക് ജോലി ലഭിക്കുകയും ചെറുപ്പിലേക്ക് തൃശ്ശൂർ ജില്ലയിലേക്ക് വരികയാണ് ചെയ്തത്.